ഡി ഒരു ആവേശത്തിന് കയറി വെല്ലുവിളിക്കുകയും ചെയ്ത് 2000 രൂപ തികച്ചില്ല. എന്റെ പൊന്ന് ചേച്ചി, ആ കാശിന് വകയില്ലാതെ എന്തിനടി ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? എത്ര രൂപ ഉണ്ടെന്നുണ്ടല്ലോ? എടി ബാലൻസ് ഇപ്പൊ നോക്കിയപ്പോ 635 രൂപയേ ഉള്ളൂ. ബാക്കി ഇനി 1365 രൂപ വേണം. എന്ത് ചെയ്യും? കടം കൊടുക്കുകയും ചെയ്തടി ഞാൻ എന്റെ ഫ്രണ്ടിന്. നീ കടം കൊടുത്തോ? ഓ, ഇവിടെ നിനക്ക് അതിനുള്ള റേഞ്ച് ഒക്കെ ഉണ്ട്. നീ അത് വിട്. ഇനി എന്ത് ചെയ്യൂന്ന് പറ. ഇനിയിപ്പൊ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചാ തെണ്ടാനാ? പോടി. എടി നീ നിന്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിക്ക്. എന്റെ 210 എന്തെങ്കിലും കിട്ടാനാ പറ. വിളി. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. വിളിച്ചു നോക്കാല്ലേ? ശരിയാണ്, നോക്കട്ടെ. എല്ലാം ദാരിദ്ര്യവാസികളാണ് എന്റെ എല്ലാ ഫ്രണ്ട്സ്. ഹലോ, അടി റിങ്കി. അതെ അതെ അതെ, നിന്റെ കുറച്ച് പൈസ എടുക്കാനുണ്ടോ? ഒരു 2000 രൂപ. ഇല്ലേ, ഇപ്പൊ എത്രയുണ്ട്? 100? ഒന്ന് അക്കൗണ്ടിലിടോ നീ. ആ ആ ഇപ്പൊ തന്നെ വേണം, അത്യാവശ്യം. ഓക്കെ ഓക്കെ. 100 രൂപ ഉള്ളൂടി അവളയില്. വേറെ ആരെങ്കിലും ഇവിടെ അങ്ങോട്ട്. നല്ല പണക്കാരെ തന്നെ വിളിക്കണേ. ഹലോ എടാ, ഞാൻ അതെ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അല്ല എടാ, എനിക്ക് കുറച്ച് ഒരു 1000 രൂപ എടുക്കാനുണ്ട് അതിൻ്റെ കയ്യില്. ഇല്ലേ, ഇത് എത്രയുണ്ട്? 500 ഉണ്ടോ? ശരി, ഒന്ന് നീ അക്കൗണ്ടിൽ ഒന്ന് ഇട്ട് തരുമോ എനിക്ക്? ഇപ്പൊ വേണം അത്യാവശ്യടാ, പ്ലീസ്. ഓക്കെ ഓക്കെ. 500 ഇനി ആരെങ്കിലും ഉണ്ടോ വിളിക്കാൻ? ഒരാളെയും കൂടി വിളിച്ചു നോക്കാം, കിട്ടണോ നോക്കട്ടെ. വിളി 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 വിളി. ഹലോ ദേവു. എടാ, നിന്റെ അക്കൗണ്ടില് പൈസ വല്ലതുണ്ടോ? ഇല്ലേ? ഒന്നുമില്ല, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി ശരി. ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല, ആരതിനും പിടിച്ച ഫ്രണ്ട്സ് തന്നെ ഇട. എന്റെ ബാക്കി എന്ത് ചെയ്യൂന്ന് പറ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഹലോ ഹലോ കണ്ണാപ്പി. എടാ ഇത് പണിച്ച്. എടാ, എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നടാ. എനിക്കൊരു 2000 രൂപ വേണം. എന്തിനാ? അയ്യോ അതെ, എടാ നമ്മുടെ അപ്പൂന് വയ്യടാ. അപ്പൂന് വയ്യ. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ശ്വാസം മുട്ടല്. അറ്റാക്കാന്ന് തോന്നുന്നു. ആംബുലൻസാ? ആംബുലൻസ് ഒന്നും വേണ്ട. ഞങ്ങള് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ എടുക്കാൻ കാശില്ലടാ ആശുപത്രി കൊണ്ടുപോവാൻ. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല. എടാ, നീ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടുതരോടാ. എടാ, എന്റെ അക്കൗണ്ടിലല്ല, എന്റെ ATM കാണാനില്ല. അപ്പൊ ചേച്ചിയുടെ അക്കൗണ്ടിൽ നീ ഇട്ട് തരുമോ? അവളെ നമ്പർ ഉണ്ടല്ലോ. ഇട്ടേ. ശരിടാ. ഓക്കേടാ, ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇതാണ് എന്റെ ഫ്രണ്ട്സ്, മനസ്സിലായോ? അയ്യോ, വാ ചേച്ചി. ആരൊക്കെ ഇട്ടെന്ന് നോക്കട്ടെ. ഇനി കാശ് എടുത്തിട്ട് അവന്റെ മുഖത്തോട്ട് വലിച്ചങ്ങിറങ്ങിക്കണം. അതെ, കടല. ഇപ്പൊ എങ്ങാനും വരുമോ? എത്ര നേരമായി? ഒരുപാട് നേരം കൊണ്ട് ഞാൻ നിൽക്കുക പോസ്റ്റ് അടിച്ച്. പോയിരിക്കല്ലേ? ഇപ്പം വരും. വലിയ അഭിമാനികളായിരുന്നല്ലോ, എവിടെ? അപ്പൂനല്ലേ ഇവ ആദ്യം ഇൻസൾട്ട് ചെയ്തേ. കോട് എന്താടാ, എന്റെ പിള്ളേരെ കണ്ട? നമ്മളെ ആരെയും മുമ്പേയും താഴൂല, കണ്ട? കാശെന്ന് ഞാൻ അങ്ങ് പോവായിരുന്നു. കാശെന്ന് എന്തിനായി കാശ്?
ഇത് നമ്മളെ അഭിമാനത്തിന്റെ കാര്യമാണ്. ഇവൻ നമ്മളെ ഒരുപാട് അപമാനിച്ചു. ഇവനെ പുതപ്പൊഴിക്കാമെന്നായിരിക്കും അല്ലേ? അതെ. ഒരു പുതപ്പിന് 2000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് വാങ്ങിച്ചില്ല. അപ്പോഴവൻ പറഞ്ഞു 2000 രൂപയ്ക്ക് 10 പുതപ്പ് തരാമെന്ന് അല്ലേ? നിങ്ങളത് സമ്മതിച്ചു. പക്ഷെ കൈ കാശില്ല അല്ലേ? ആ കാശിനായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയി തെണ്ടി തിരിഞ്ഞ് കാശും കൊണ്ട് വന്നിരിക്കുന്നു. ആ കാശാണല്ലേ ഈ കാശ്. തന്നെ മാമ ജോസ്യം പഠിച്ചിട്ടുണ്ടോ? അല്ലേടാ മക്കളെ, അവര് കാശ് തന്നല്ലേ സാറ് ഇതിന്റെ ഇടയിൽ വല്ലതും പറയേണ്ട കാര്യമുണ്ട്? കാര്യമുണ്ടാ? ഇതെന്റെ വീടും കുടുംബമാ. നിന്റെ തുണി ഇവിടെ വേണ്ട, നീ പോടാ. ആ സാറ് ഇതിന്റെ ഇടയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? നീ കുട്ടാ, നീ ആ പൈസ കൊടുത്തൊരു സാധനം വാങ്ങി കൊടു. മാമാ അത് വേണ്ട. കാശ് എന്നാ ഞാനങ്ങ് പോവായിരുന്നു. ആ തുണി ഇതായിരിക്കുന്നു. മോനെ, പുലിനട വീടെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പുലിനട വീട്ടിൽ മണിക്കുട്ടൻ. ആരാ? ഞാൻ തന്നെടാ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ ഗുരുക്കൾ. അത് ഞാൻ തന്നെ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കളരി ഗുരുക്കൾ. അത് ഞാൻ തന്നെ. പുലിയുടെ വീട്ടിൽ ഭാർഗവൻപിള്ള മകൻ മണിക്കുട്ടൻ കുരുക്കള. അത് ഞാൻ തന്നെ. അതെ, നിങ്ങൾക്കെല്ലാവർക്കും പുലിയുടെ വീട്ടിൽ മണിക്കുട്ടനെ മാത്രമേ അറിയൂ. SI മണിക്കുട്ടനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞു. എടാ, ഞാൻ 10 വരെ എണ്ണും. അതിനകം ഇവരോട് മാപ്പ് പറഞ്ഞ സ്ഥലം വിട്ടില്ലെങ്കിൽ IPC 216, 412, 496, 1922, 2022 കേസ് ചാർജ് ചെയ്ത് നിന്നെ ഞാൻ അകത്താക്കും. പിന്നെ നീ പുറം ലോകം കാണത്തില്ല. വേണോ? വേണ്ട. അയ്യോ മാമ 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 പുളി തന്നെട്ടാ. എന്തോ മാമാ തകർത്ത് കളഞ്ഞില്ലേ? മാമ ഇല്ലായിരുന്നെങ്കിൽ ഈ 2000 രൂപ വെള്ളത്തിൽ പോയത്. അല്ല മാമാ, മാമ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? മാമൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന്? പണ്ട് ഇതുപോലെ ഒരുത്ത് എന്നെ വന്ന് പറ്റിച്ചിട്ട് പോയി. അപ്പൊ ഇത് ഏതായാലും എന്റെ പോക്കറ്റിൽ എന്തോന്ന്? എന്റെ പോക്കറ്റിൽ ഇരിക്കും. അയ്യോ, ഞാൻ തെണ്ടിപ്പറക്കി വാങ്ങിച്ച പൈസയാണ്. ഈ എനിക്ക് വേണം. മാമ ഇങ്ങ് താ. അയ്യോ, തിരിച്ചിട്ട് കൊടുക്കണം എല്ലാത്തിനും. പിള്ളേരെ പൈസ ഞാനേ പോലീസ് അന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു കേട്ടോ. മണ്ടന്നല്ലേ